നാടിന്റെ ഭൂപടത്തിലെ ആരാധനാ മണ്ഡപങ്ങളുടെ പട്ടികയിൽ പ്രഥമഗണനീയവും പുണ്യപുരാതനവുമായ പറവൂർ പുതുവീട് ശ്രീ നാഗരാജ മണ്ഡപത്തിലെ മൂന്നാമത് പുനഃപ്രതിഷ്ഠാ വാർഷികവും കളമെഴുത്തും പാട്ടും പ്രഥമ ഭാഗവത സപ്താഹയജ്ഞവും മാർച്ച് 9 മുതൽ 16 വരെ തീയതികളിലായി നടത്തപ്പെടുകയാണ്. അഖിലേശ്വരിയായ ശ്രീഭദ്രകാളിയും രക്ഷാമൂർത്തിയായ യോഗീശ്വരനും ഉപാസനാമൂർത്തികളുടെ ആവാസ മണ്ഡപത്തിലെ ധർമ്മരക്ഷകനായ രക്ഷസും ദേവവൈരി കുലാന്തകനായ ശ്രീകണ്ഠാകരണ സ്വാമിയും ഭൂമിയുടെ സംരക്ഷകരും പരിപാലകരുമായി സന്തതി പരമ്പരകളെ സദാ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നാഗരാജാവും നാഗയക്ഷിയമ്മയും അഖിലസർപ്പങ്ങളും പരിലസിക്കുന്ന പുണ്യപുരാതനമായ പുതുവീട് ശ്രീ നാഗരാജ മണ്ഡപത്തിൽ പുനഃപ്രതിഷ്ഠ നടന്നിട്ട് 3 വത്സരം പൂർത്തീകരിക്കുന്നു. പുനഃപ്രതിഷ്ഠാ വാർഷികം, കളമെഴുത്തും പാട്ടും, ഭാഗവത സപ്താഹയജ്ഞം തുടങ്ങിയവയോടെ മാർച്ച് 9 മുതൽ 16 വരെ തീയതികളിലായി കൊണ്ടാടുമ്പോൾ 7 പകലുകൾ കൊണ്ടോ 7000 സംവത്സരങ്ങൾ കൊണ്ടോ വ്യാഖ്യാനിച്ചാൽ തീരാത്തത്ര തത്വസംഹിതകളും വേദപുരാണങ്ങളും സത്യധർമ്മ ഭാവനകളുമായി ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നു. പരമഭാഗവതനായ ശ്രീ തിരുനെല്ലൂർ പങ്കജാക്ഷന്റെ യജ്ഞാചാര്യത്വത്തിൽ അറിവിലൂടെ ജീവിതത്തിന്റെ തെറ്റും ശരിയും നമ്മെ മനസ്സിലാക്കി ശരിയെന്ന സത്യത്തിലേക്ക് അല്ലെങ്കിൽ ഭഗവാനിലേക്ക് നാം എത്തിച്ചേരേണ്ടതിന്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് എണ്ണ നിറഞ്ഞു കത്തുന്ന ജ്ഞാനപ്രദീപമായി നിലകൊള്ളുന്ന ഭാഗവതത്തിന്റെ രുചി ആസ്വദിപ്പാൻ ഏവർക്കും സർവർക്കും അവസരമൊരുക്കിക്കൊണ്ട് ആദ്യ ഭാഗവത സപ്താഹയജ്ഞത്തിൽ നിന്ന് ഭദ്രദീപം തെളിയുകയാണ് പുതുവീട് ശ്രീനാഗരാജ മണ്ഡപത്തിൽ. എന്തിനുരാധേ പതിതം കായാമ്പൂവർണ്ണന് നൊമ്പരമാവൂലേ നൊമ്പരമാവൂലേ മിഴികളിലെന്തിനു മൗനം യാദവ ഗോപാലന് നെഞ്ചു കലങ്ങൂലേ നെഞ്ചു കലങ്ങൂലേ നിന്നനുരാഗ നിലാവിനു കുങ്കുമ വർണ്ണം നൽകിയതവനല്ലേ നിന്നഭിലാഷദലങ്ങളിലമൃത കുളിരു പകർന്നതുമവനല്ലേ പിന്നെന്തിനു വെറുതേ ഭാവം നിന്നുടെ കണ്ണന് സങ്കടമാവൂലേ പിന്നെന്തിനു വെറുതേ ഭാവം നിന്നുടെ കണ്ണന് സങ്കടമാവൂലേ. മുക്കണ്ണം ജ്വലിപ്പിച്ചു വേതാളപ്പുറമേറി ദാരിക ശിരസുമായി വാളും ഖേടകവും കപാലപാത്രവുമേന്തി പരിലസിക്കുന്ന ശ്രീഭദ്രകാളിയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ പുതുവീട് ശ്രീ നാഗരാജ മണ്ഡപം കാലഗണനകൾക്കതീതമായ ഒരു കാലത്ത് തൊട്ടേ ആരംഭം കുറിച്ച ആരാധനയുടെ പരിച്ഛേദമായി തിരിശേഷിപ്പായി സന്തതി പരമ്പരകളും സജ്ജനങ്ങളുമായ 10000ങ്ങളുടെ മാനസ മകരന്തത്തിൽ ഉപാസനാമൂർത്തികളുടെ ആവാസ സങ്കേതമായി നിലകൊണ്ടുപോന്നിരുന്ന പുതുവീട് ശ്രീ നാഗരാജ മണ്ഡപത്തിൽ പുനഃപ്രതിഷ്ഠ നടന്നിട്ട് 3 വർഷങ്ങൾ പൂർത്തിയാവുന്നു. 3ാം പുനഃപ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് ഭാഗവത സപ്താഹയജ്ഞവും കളമെഴുത്തുപാട്ടും നടക്കുന്നു. പുനഃപ്രതിഷ്ഠാ വാർഷിക ചടങ്ങുകൾക്ക് ഈ വരുന്ന മാർച്ച് 16 തീയതി ഞായറാഴ്ച മുകളിത പാണികളുമായി സജ്ജനവൃന്ദങ്ങൾ അനേകം സാക്ഷ്യം വഹിക്കുമ്പോൾ അഭിഷേകവും വിശേഷാൽ പൂജകളും തളിച്ചുകൊടയും 100 പാലും കളമെഴുത്തും പാട്ടും അനന്യമായ ആനന്ദത്തിന്റെയും ആത്മസാക്ഷാത്കാരത്തിന്റെയും നിർവൃതി പകരുന്നു പുതുവീട് ശ്രീ നാഗരാജ മണ്ഡപത്തിന്റെ ആരാധനാ സംഗീതം. നീരദവർണ്ണനടയും നേരം മാറിൽ ചാഞ്ഞുമയങ്ങേണം